നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭീകരാക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യൂറോപ്പിലെയും ഇംഗ്ലണ്ടിലെയും ക്രിസ്മസ് മാർക്കറ്റുകളിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തി. പല തലത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് മാർക്കറ്റുകളിൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിനെ കൂടാതെ സ്വകാര്യ സുരക്ഷാ ഏജൻസികളും മാർക്കറ്റുകളിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം തടയാൻ പ്രത്യേക പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മധ്യ ജർമ്മനിയിലെ മാഗ്ഡർബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഒരു സൗദി അഭയാർത്ഥി കാർ ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റി 6 പേരെ കൊലപ്പെടുത്തിയിരുന്നു. 300-ലധികം പേർക്ക് പരിക്കേറ്റു. ഇയാളുടെ വിചാരണ കോടതിയിൽ നടന്നുവരികയാണ്. 2016-ൽ ജർമ്മനിയിൽ ട്രക്ക് ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റി 12 പേരെ കൊലപ്പെടുത്തിയിരുന്നു. അഭയാർത്ഥികളായി എത്തുന്ന ചിലർ IS അടക്കമുള്ള ഭീകര സംഘടനകളുടെ സ്വാധീനത്തിൽ ആക്രമണം നടത്തുന്നത് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പതിവായിട്ടുണ്ട്. അമേരിക്കയിലും ഇത്തരം ആക്രമണങ്ങൾ അരങ്ങേറുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൗസിന് സമീപം ഒരു അഭയാർത്ഥി നടത്തിയ വെടിവെപ്പിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ തുരിങ്കിയ സംസ്ഥാനത്തെ മാർക്കറ്റിലുണ്ടായ കത്തിയാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമുണ്ടായ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊറോക്കോ സ്വദേശിയായ 29 വയസ്സുകാരനാണ് അറസ്റ്റിലായത്. അറസ്റ്റിനിടെ പോലീസിനെതിരെയും ആക്രമണം നടത്താൻ തുനിഞ്ഞ ഇയാളെ പോലീസ് കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. ക്രിസ്മസ് കാലത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ക്രിസ്മസ് മാർക്കറ്റുകൾ. ജർമ്മനിയിൽ മാത്രം 2500-ലേറെ രജിസ്റ്റർ ചെയ്ത മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളടക്കം ലക്ഷക്കണക്കിന് ആളുകൾ ഈ മാർക്കറ്റുകളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരം സ്ഥലങ്ങൾ ഭീകര സംഘടനകൾ ലക്ഷ്യമാക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്ത് നിർമ്മിക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതുമായ എല്ലാ മൊബൈൽ ഫോണുകളിലും സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ വേണമെന്ന കേന്ദ്ര നിർദ്ദേശം വൻ വിവാദത്തിനും പ്രതിപക്ഷ പ്രതിഷേധത്തിനും വഴി തുറന്നതോടെ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. ഡിലീറ്റ് ചെയ്യാനാവാത്ത ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ കേന്ദ്രം പറയുന്നതെന്നും ഇത് സുരക്ഷയ്ക്കാണെന്ന പേരിൽ പൗരന്മാരെ നിരീക്ഷിക്കാനാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വിശദീകരണവുമായി രംഗത്ത് വന്നത്. ആപ്ലിക്കേഷൻ സൈബർ സുരക്ഷയെ മുൻനിർത്തിയാണെന്നും ആപ്പിന്റെ കാര്യത്തിൽ നിർബന്ധമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഉപയോക്താക്കൾക്ക് ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സൈബർ തട്ടിപ്പുകളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കാനും നഷ്ടപ്പെട്ട ഫോണുകൾ വീണ്ടെടുക്കാനും സഹായിക്കാനാണ് സഞ്ചാർ സാധ്യ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. 3 മാസത്തിനകം നിർദ്ദേശം നടപ്പാക്കാനാണ് ആപ്പിൾ, സാംസങ്, വിവോ, ഓപ്പോ, ഷവോമി തുടങ്ങിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്ക് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം വർക്കല പാപനാശം ബീച്ചിൽ വിദേശ വനിതയ്ക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ബീച്ചിൽ വിശ്രമിക്കുകയായിരുന്ന ഇറ്റലി സ്വദേശിനി ഫ്ലാബിയയ്ക്ക് നേരെയാണ് നായയുടെ ആക്രമണമുണ്ടായത്. കാലിൽ കടിയേറ്റവർ സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. 2 നായകളാണ് ആക്രമിച്ചതെന്ന് വിദേശ വനിത മാധ്യമങ്ങളോട് പറഞ്ഞു. തെരുവ് നായ വിഷയം പരിഗണിക്കവേ സുപ്രീം കോടതി വിനോദസഞ്ചാരികൾക്ക് നായകടിയേൽക്കുന്ന സംഭവം അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് നായകളെ നീക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. തിരുവനന്തപുരത്ത് KSRTC ബസ് തടഞ്ഞ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് വിവാദമായി. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് നിലവിൽ കേസിലെ പ്രതി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 2024 ഏപ്രിൽ 27 രാത്രി 10-ന് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലാണ് സംഭവം. മേയറും ഭർത്താവും അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം KSRTC ബസ് തടഞ്ഞിട്ട് ഡ്രൈവറുമായി വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. സംഭവത്തിൽ ബസ് ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ പോലീസ് ആദ്യം കേസെടുത്തില്ല. എന്നാൽ യദു മോശമായി പെരുമാറിയെന്ന മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ കേസെടുത്തു. തുടർന്ന് യദു കോടതിയെ സമീപിച്ചു. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-യും ഉൾപ്പെടെയുള്ളവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുകയായിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞു, അസഭ്യം പറഞ്ഞു, വാഹനത്തിനുള്ളിൽ കയറി സച്ചിൻ ദേവ് ഭീഷണിപ്പെടുത്തി എന്നീ ആരോപണങ്ങളാണ് യദു നൽകിയ പരാതിയിലുള്ളത്. എന്നാൽ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ്, ഇവരുടെ ബന്ധുവായ സ്ത്രീ എന്നിവരുടെ പേരുകൾ പോലീസ് ഒഴിവാക്കിയതാണ് വിവാദമായിരിക്കുന്നത്. കേളകം കൊട്ടിയൂർ പഞ്ചായത്തിലെ പൊയ്യമലയിൽ കൂട്ടിൽ കെട്ടിയിരുന്ന പോത്തിനെ കടുവ കൊന്നു തിന്നു. പൊയ്യമല സ്വദേശി കുരിശുമുട്ടിൽ ജോർജിന്റെ പോത്തിനെയാണ് കടുവ കൊന്നു തിന്നത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. പ്രദേശത്ത് മുൻപും പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. പലതവണ വനം വകുപ്പിനോട് കൂട് സ്ഥാപിച്ച് വന്യജീവിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കർശന സുരക്ഷാ പരിശോധനകൾക്കിടയിൽ ഇരിങ്ങാലക്കുടയിൽ വൻ രാസലഹരി വേട്ട. കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന മാരക രാസലഹരിയായ 245.72 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇരിങ്ങാലക്കുട ഠണാവിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടിച്ചത്. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ എറിയാട് മാടവന സ്വദേശി മടത്തിപ്പറമ്പിൽ വീട്ടിൽ ഫഹദിനെ അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം കാർ ഓടിച്ചതിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. താൻ നിരാഹാര സമരത്തിലാണെന്ന് രാഹുൽ ജയിൽ സൂപ്രണ്ടിന് എഴുതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നുച്ചയ്ക്ക് 2-ഓടെ രാഹുൽ ഈശ്വറിനെ ജയിൽ മാറ്റിയത്. രാഹുലിന്റെ ആരോഗ്യം നിരീക്ഷിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ വകുപ്പ് പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇവിടെ ഡോക്ടറുടെ സേവനവും രാഹുൽ ഈശ്വറിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്.
നിലവിൽ വെള്ളം മാത്രം കുടിച്ചാണ് രാഹുൽ ജയിലിൽ കഴിയുന്നത്. പോലീസ് വ്യാജവാദങ്ങൾ നിരത്തി തന്നെ റിമാൻഡ് ചെയ്യിച്ചു എന്ന് ആരോപിച്ചാണ് രാഹുലിന്റെ നിരാഹാരം. അതേസമയം അതിജീവിതയെ അപമാനിച്ചെന്ന പരാതിയിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ രാഹുൽ ഈശ്വറിന് നോട്ടീസ് ലഭിച്ചിരുന്നില്ലെന്ന് രാഹുലിന്റെ ഭാര്യ ദീപ. അതിജീവിതയെ രാഹുൽ അപമാനിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച ദീപ പറഞ്ഞ വാക്കുകൾ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. കോട്ടയം കുറവിലങ്ങാട് വൻ കുഴൽപ്പണവേട്ട. അന്തർ സംസ്ഥാന ബസ്സിൽ പണം കടത്താൻ ശ്രമിച്ച ബാംഗ്ലൂർ സ്വദേശികളായ 2 പേരെ കോട്ടയം എക്സൈസ് സംഘം പിടികൂടി. 1 കോടി രൂപ ഇവരിൽ നിന്ന് കണ്ടെടുത്തു. ഇവരുടെ ബാഗിലും ശരീരത്ത് കെട്ടിവെച്ച നിലയിലുമായിരുന്നു പണം ഒളിപ്പിച്ചിരുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ താമസിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിലെ റിസോർട്ടിലെന്ന് റിപ്പോർട്ട്. പോലീസ് റിസോർട്ടിലെത്തുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്ന് പോയി. ഞായറാഴ്ചയാണ് രാഹുൽ റിസോർട്ടിലെത്തിയതെന്നും അതിനുശേഷം കർണാടകയിലേക്ക് കടന്നെന്നുമാണ് സൂചന. കോയമ്പത്തൂർ, പൊള്ളാച്ചി എന്നിവിടങ്ങളിലും രാഹുൽ താമസിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതേസമയം രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി നാളെ പരിഗണിക്കും. ഇതിനിടെ രാഹുലിനെതിരെ പരാതി ഉയർത്തി മറ്റൊരു യുവതി കൂടി രംഗത്ത് വന്നു. KPCCക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. സോണിയാഗാന്ധിക്കും പരാതി അയച്ചതായും പറയുന്നു. പരാതി കിട്ടിയെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും KPCC അറിയിച്ചു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.